ഹായ് എവരിവൺ, ഞാൻ ഗ്ലാഡ് ഷാരോൺ. ഞങ്ങളിപ്പോൾ ഉള്ളത് ബാങ്കോക്കിലുള്ള ജെംസ് ഗാലറിയിലാണ്. ഡയമണ്ട്, എമറാൾഡ്, സഫയർ, റൂബി പോലുള്ള പ്രീഷ്യസ് ആയിട്ടുള്ള ജെം സ്റ്റോൺസിൻ്റെയൊക്കെ വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെയും കോടികളുടെയും വരെയുള്ള മാല, വള, മോതിരം പോലുള്ള ജ്വല്ലറി ഐറ്റംസ് ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ പറ്റും. ഓരോ ഡയമണ്ട്സ് ഒക്കെ ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് നമ്മൾ ഓർണമെൻറ്റ്സിലോട്ട് ഇവർ ഫിക്സ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഞങ്ങളിവിടെ ആദ്യം വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്തത് ഈ ഒരു റൈഡാണ്. അപ്പോൾ നമ്മൾ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ കാണാറുള്ള പോലെ ഒരു മിനി ട്രെയിനിൽ നമ്മൾ ഒരു ട്രാവൽ പോലെ നമ്മളിവിടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാവലിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഫുൾ ഇരുട്ടാണ്. അപ്പോൾ ആ ഒരു ഇരുട്ട് മുറിയിൽ നമ്മൾ ലൈറ്റ് ചെയ്ത് പ്രൊജക്ടറൊക്കെ ഉപയോഗിച്ച് മോഷൻ പിക്ചറായിട്ടും 3D ആർട്ടുകളായിട്ടും പിന്നെ അതേപോലെ ചലിക്കുന്ന പ്രതിമകളായിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. പ്രധാനമായിട്ടും ഈ ഒരു ജെംസ് ഗാലറിയുടെയും ഈ ഒരു ജ്വല്ലറി കൾച്ചർ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ചരിത്രമാണ് ഇവിടെ കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ അത് കൂടാതെ നമ്മളെങ്ങനെയാണ് ഈ ഒരു സ്റ്റോൺസൊക്കെ ഇവർ മൈൻ ചെയ്തെടുക്കുന്നത്, അതെടുത്തതിന് ശേഷം അത് സ്വർണ്ണം ഒരുക്കുന്നതും അതെങ്ങനെ ഓർണമെൻറ്റ്സിലോട്ടും ജ്വല്ലറി ഐറ്റംസിലോട്ടൊക്കെ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഷോ ഓഫാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ വളരെ മനോഹരമായിട്ട് ആ ഒരു ഫൺ റൈഡ് ഞങ്ങൾ തീർത്തിട്ട് നേരെ ജെംസ് ഗാലറിയിലേക്ക് കയറുകയാണ്. ഇനി ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ പ്രീഷ്യസ് ആയിട്ടുള്ള ജെം സ്റ്റോൺസൊക്കെ ഒരു ജ്വല്ലറി മെറ്റീരിയലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഇവരെങ്ങനെയാണ് ഇതൊക്കെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ കാണുകയാണ്. പിന്നെ നോർമലി ഇവിടെ ക്യാമറ അലൗഡ് അല്ല. നമ്മൾ പിന്നെ മാനേജറായിട്ട് സംസാരിച്ച് സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്തതിന് ശേഷമാണ് ഷൂട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ പേര് ആമ്പിള്ളേരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിലങ്ങനെ പ്രത്യേകിച്ച് ഒരു കൗതുകം തോന്നിയില്ല. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആരും ഒന്നും മേടിച്ചില്ല. അതേസമയം പെണ്ണുങ്ങളുടെ കൂടെയാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും പോക്കറ്റ് കീറും. കാരണം ഈ ഒരു കാഴ്ചകൾ കാര്യങ്ങൾ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നതും ഒരു ജ്വല്ലറി ഐറ്റംസിലൊക്കെ കൂടുതൽ താല്പര്യമുള്ളത് അവർക്ക് അതുകൊണ്ട് തന്നെ അവരെ അട്രാക്റ്റ് ചെയ്യുന്നതും അവർക്ക് താല്പര്യം തോന്നുന്നതായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബാങ്കോക്കിലുള്ള ജെംസ് ഗാലറിയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഗ്ലാഡ്വിൻ.